നമസ്കാരമുണ്ട് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പഴയ സുഹൃത്താണ്. സോഷ്യലി അല്ലാതെ എല്ലാം ഭയങ്കര റെപ്യൂട്ടേഷനുള്ള ക്രെഡിബിലിറ്റി ആ നാട്ടിലൊക്കെ ഒരു വലിയൊരാളാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സെറ്റപ്പായ എൻ്റെ ഒരു സുഹൃത്താണ്. പൈസയും ഒക്കെ ഉണ്ട്, അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ജീവിക്കുന്ന ഒരു സുഹൃത്ത്. അവൻ്റെ മകൾ ഒരിക്കലും അവനോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അഫെയർ ഉണ്ട്, എനിക്കൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിച്ച തിരക്കല്ല. മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിതാവ് പറഞ്ഞു, ഓക്കെ മോളെ ഞാനത് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിതാവ് പോയിട്ട് അന്വേഷിച്ച് വന്നതിന് ശേഷം രാത്രി എൻ്റെ മകളോട് പറഞ്ഞു, മോളെ നമുക്ക് ഈ അലയൻസ് വേണ്ട, ഈ സ്നേഹിതം നമുക്ക് ഒഴിവാക്കാം, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോൾ ഒരുപാട് വാശി പിടിച്ച് മോള് പറഞ്ഞു, എനിക്ക് ഇത് തന്നെ മതി, കല്യാണമാണെങ്കിൽ ഞാൻ ഇതേ കഴിക്കുള്ളൂ, വേറെ കല്യാണമൊന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അച്ഛൻ പറഞ്ഞു, ഓക്കെ എന്നാൽ മകളുടെ വാശിക്ക് മുന്നിൽ അച്ഛൻ കീഴടങ്ങിക്കൊണ്ട്, അച്ഛനും അമ്മയും കീഴടങ്ങിക്കൊണ്ട് അങ്ങനെ അവനോട് പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ സമയത്ത് അവൻ വീട്ടിൽ വന്നു. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന അച്ഛനുണ്ട് അടുത്ത്, മിണ്ടാതിരിക്കുന്ന സൈലന്റ് ആയിരിക്കുന്ന അമ്മയും അടുത്തുണ്ട്. പക്ഷേ മകൾ വന്നു, അവർ കണ്ടു, ചായ കൊടുത്തു, ഒക്കെ ഒരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിൽ അതൊക്കെ തീർത്തു മകൻ പോയി. ഇറങ്ങാൻ സമയത്ത് മകനോട് അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് കാണണമെന്ന് സംസാരിക്കണമെന്ന്, നാളെ ഒരു കോഫി ഷോപ്പിൽ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കാലിക്കറ്റിൽ ഒരു കോഫി ഷോപ്പിൽ ഇവർ സ്ഥലം ഫിക്സ് ചെയ്ത് ഇവരുമായിട്ട് ഒന്ന് സംസാരിക്കാനും ഈ മകനുമായിട്ട്. അതിൻ്റെ തലേ ദിവസം ആ ദിവസം ഫിക്സ് ചെയ്തതിൻ്റെ തലേ ദിവസം ഇദ്ദേഹം കോഫി ഷോപ്പിൽ പോയിട്ട് വെയിറ്ററോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തി. എന്താണെന്നറിയോ, ഞാൻ നാളെ ഒരാളുമായിട്ട് ഇവിടെ വരും, കോഫി കുടിക്കാൻ വരും. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കോഫി ലേശം ഒന്ന് അദ്ദേഹത്തിന് തട്ടിമറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊന്ന് വീഴ്ത്തണം, എന്താ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു വേറൊരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം അവർ കോഫി ഷോപ്പിലെത്തി. എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, എൻ്റെ മോളെയും കൂട്ടിയിട്ട് ഈ കോഫി ഷോപ്പിൻ്റെ ഒരു മൂലക്കൽ ഇരിക്കണം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ആ കോഫി ഷോപ്പിൻ്റെ മൂലക്ക് ഞാനും മകളും ഇവരുടെ ദൃഷ്ടി എനിക്ക് എത്താത്ത രീതിയിൽ ഞങ്ങൾ അപ്പുറത്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ ഈ മരുമകൻ ആകാൻ പോകുന്ന ആൾ വന്നിരുന്ന് അച്ഛനും മകനും സംസാരിച്ച സമയത്ത് കോഫി വെയിറ്റർ വന്നു. അങ്ങനെ വെയിറ്റർ ഓർഡർ എടുത്ത് 2 കോഫി എന്ന് പറഞ്ഞു. അങ്ങനെ കോഫി എടുത്ത് കൊണ്ടുവന്ന സമയത്ത് ഈ വെയിറ്റർ എന്ത് ചെയ്തു, ഈ കോഫി ലേശം ഒന്ന് തട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊന്ന് വീഴ്ത്തിയ സമയത്ത് ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര ചൂടായിട്ട് അടിക്കാനൊക്കെ നിൽക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ഒക്കെ കാണിച്ചു കേട്ടോ. എന്നിട്ടും അത് ഈ പിതാവ് പറഞ്ഞു, അടിക്കല്ലേ, സാരമില്ല, കുഴപ്പമില്ല, അത് ചെറുതായിട്ടും കോഫി വീണതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളൊരു പ്രശ്നമാക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, അത് സോറിയാക്കി വിട്ടേക്കുന്നു. ഇയാൾ ഭയങ്കര അടിക്കാൻ വന്ന് അടിച്ച് തള്ളിയിട്ട് അവിടെ. ഇതൊക്കെ ഞാനും അദ്ദേഹത്തിൻ്റെ മകളും അപ്പുറത്ത് ഒരു മേശയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പ്രശ്നമൊക്കെ തീർത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം അദ്ദേഹം മകളോട് പറഞ്ഞു, നീ കണ്ടോ, ഇത്രയും ക്ഷമയില്ലാത്ത ഒരാളാണ് നിന്റെ കല്യാണം കഴിക്കാമെന്ന്. അദ്ദേഹത്തിന് ക്ഷമിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് ഒരു വെയിറ്റർ ആണെങ്കിൽ നാളെ അത് നീയായിരിക്കും. ശരിക്കും ഓർത്തുകൊണ്ട് ഇവരെ കല്യാണം കഴിച്ചോ, എന്നിട്ട് തീരുമാനമെടുത്തു. മകൾ പറഞ്ഞു, ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഇങ്ങനെ ഒരു ഹോട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് വേണ്ട അച്ഛ, ഞാനത് ഒഴിവാക്കുന്നു എന്ന്. ഇതിലൊരു മോറലുണ്ട്, വലിയൊരു കഥയൊന്നും പറഞ്ഞതില്ല, പക്ഷേ ഒരു മോറലുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ഇതുപോലത്തെ പ്രപ്പോസലും കാര്യമൊക്കെ വരുമ്പോൾ അവർ ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാര്യം മനസ്സിലാക്കാൻ, നിങ്ങളെ ഇപ്പോഴത്തെ കാലത്തെ ചെറുപ്പക്കാരികളോടാണ് പറയാനുള്ളത്, നിങ്ങളെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോറൽ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സെക്യൂർഡ് ആവണം, സേഫ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ്. അതുകൊണ്ട് അവരെ അനുസരിക്കുക നിങ്ങൾ. കാരണം നിങ്ങളുടെ ജീവിതം എന്ന് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ ആ പയ്യൻ്റെ രീതിയിൽ കണ്ടത്. നമ്മുടെ ക്യാരക്ടർ ഒരിക്കലും നമ്മുടെ സ്വഭാവത്തിൽ മുന്നോട്ട് കാണിക്കുന്ന പോലെ ആവില്ല. ക്യാരക്ടർ എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്, ആ ക്യാരക്ടറാണ് അദ്ദേഹം ആ വെയിറ്റർ അടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക. അവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇപ്പോൾ ഈ തലമുറയിലെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. നല്ലത് വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.